അപ്പോൾ അതേ കുറച്ച് വിദ്യാർത്ഥികൾ എനിക്കിപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന്. എങ്ങനെ ഉണ്ടായിരുന്നോ? കെമിസ്ട്രി എളുപ്പമായിരുന്നു, പക്ഷേ 2-3 ക്വസ്റ്റ്യൻസ് കുഴപ്പിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഫിസിക്സിൻ്റെ കാര്യത്തിൽ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ മാത്സിലാണെങ്കിൽ കാൽക്കുലസിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പിന്നെ കോർഡിനേറ്റ് ജോമെട്രി നല്ല വെയിറ്റേജ്, ഇന്നത്തെ എക്സാമിന് നല്ല വെയിറ്റേജ് ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു എക്സ്പെക്ട് ചെയ്തൊരു പാറ്റേൺ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്? ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ച് സിമ്പിളായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യമായി എക്സാം ഹാളിലേക്ക് കയറിയപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ? ചെറുതായിട്ട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എക്സാമിൻ്റെ കാര്യത്തിൽ ഫ്ലോയിലങ്ങ് പോയല്ലേ? മോനെങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി ഇത്തിരി ട്രിക്കി ആയിരുന്നു ചില ക്വസ്റ്റ്യൻസ്. ഫിസിക്കലിന് അത്യാവശ്യം വെയിറ്റേജ് കൂടിയിട്ടുണ്ട്. ഫിസിക്സ് കഴിഞ്ഞ വർഷത്തെ സെയിം ഇത് തന്നെ. മാത്സ് ഭയങ്കര PYQ ബേസ്ഡ് ആയിരുന്നു. പറഞ്ഞ പോലെ ഇൻ്റഗ്രേഷനും കാൽക്കുലസും കോർഡിനേറ്റും അത്യാവശ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇത് കിട്ടും. മറ്റു കാര്യങ്ങളോ എക്സാം ഹാളിലെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ പോയി? ടൈം മാനേജ്മെന്റ് ഈ സാധാരണ ഈ കാൽക്കുലസ് കോർഡിനേറ്റ് ക്വസ്റ്റ്യൻസിന് ടൈം കൂടുതൽ കൺസ്യൂം ചെയ്യണോണ്ട് അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ വരുമായിരിക്കും, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നോ? ഇന്ന് നോക്കുമ്പം ഇന്നലത്തെ എക്സാമിൻ്റെ മോഡൽ നോക്കുമ്പോൾ ഇന്ന് ഇച്ചിരി കൂടെ എളുപ്പമായിട്ടാണ് തോന്നിയത് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ മാത്സ് നോക്കുമ്പോൾ 3D ഇച്ചിരി വെയിറ്റേജ് കണ്ടു. 3D 2-3 ക്വസ്റ്റ്യൻ കൂടുതൽ ചോദിക്കുന്നത്. പിന്നെ കെമിസ്ട്രി ആണെങ്കിലും കൂടുതൽ ഫിസിക്കലി കൂടുതൽ ഫിസിക്കലി വന്നത് കൂടുതൽ. ഓവറോൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഇന്നലത്തെ പേപ്പർ വെച്ച് ഇച്ചിരി എളുപ്പമായിരുന്നു. പരീക്ഷ എളുപ്പമായിരുന്നു. ഫിസിക്സ് കുറച്ച് എളുപ്പമായിരുന്നു. കെമിസ്ട്രി ഇന്നലത്തെ അതേ ലെവൽ തന്നെയാണ് പഠിച്ചത്. മാത്സ് 3D കുറച്ച് ക്വസ്റ്റ്യൻ പഴയപോലെ കൂടുതലുണ്ടായിരുന്നു. പിന്നെ കെമിസ്ട്രി കൂടുതൽ ഫിസിക്കൽ കെമിസ്ട്രി തന്നെയായിരുന്നു. ഒരു ലാഗ് പോലെ തോന്നി, അതായത് കുറച്ച് ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് അങ്ങനെ മാത്സിൽ കുറച്ചുണ്ടായിരുന്നു. ഇന്നലത്തെ കമ്പാരിറ്റീവ് ഇന്നത്തെ എക്സാം കുറച്ച് ബേസിക്കലി ഈസി ആയിരുന്നു. ലൈക്ക് മാത്സിൽ ഇന്നലത്തെ അതൊരു പാറ്റേൺ ഒരു ക്വസ്റ്റൻ റിപ്പീറ്റ് ചെയ്തു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ. പിന്നെ കെമിസ്ട്രി കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. ഫിസിക്സും ഈസി ആയിരുന്നു ഓൾമോസ്റ്റ്. മോഡറേറ്റ് എക്സാം. കെമിസ്ട്രി കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. പിന്നെ മാത്സിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ലായിരുന്നു, കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ പറ്റി. ഓവറോൾ ഒരു ഈസി ടു മോഡറേറ്റ് എക്സാം തന്നെയാണ്. ഇന്നലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കെമിസ്ട്രി കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. കമ്പയറേറ്റീവ് മാനേജ് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി അത്യാവശ്യം നല്ല ട്രിക്കിയായിരുന്നു. പിന്നെ മാത്സ് കുറേ ജോമെട്രിയിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫിസിക്സ് എളുപ്പമായിരുന്നു. Brilliant Study Center, India's #1 coaching center for NEET and JEE.